ഹായ് ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് ഞങ്ങൾ CCTV ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 18ഓളം IP ക്യാമറകളാണ്. ഇത് ഹിക്യൂഷൻ ബ്രാൻഡിൽ വരുന്ന ക്യാമറകളാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ലിഫ്റ്റിൻ്റെ ഉള്ളിലും നമ്മൾ ക്യാമറ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിഫ്റ്റിൻ്റെ ക്യാമറയുടെ ഇൻസ്റ്റലേഷൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലിഫ്റ്റിൽ നമ്മൾ ക്യാമറ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് വയർലെസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വയേർഡ് ആയിട്ട് ചെയ്യാം. ഇവിടെ ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ വയേർഡ് മെത്തേഡിലാണ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ എന്ന് പറഞ്ഞാൽ Cat 6 ഫ്ലാറ്റ് എലിവേറ്റർ കേബിളാണ്. അപ്പോൾ ഈ ഒരു കേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു 4 പെയർ കേബിളാണ്. അപ്പോൾ ഞാനിതിൻ്റെ സ്ലീവ് ഒന്ന് കളഞ്ഞ് കാണിച്ചു തരാം. ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ ഈ 4 പെയർ കേബിളിൻ്റെ അറ്റത്തായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വീണ്ടും 2 കേബിളുകൾ അതായത് ഇപ്പോൾ ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ ഉള്ളിൽ വൈറ്റ് ഓറഞ്ചും ഉണ്ട്. അങ്ങനെ ഇതുണ്ട്. ഇതുപോലെ അതായത് നമുക്ക് വീണ്ടും അതിൽ നിന്ന് തന്നെ 2 കേബിൾ വെച്ച് സെപ്പറേറ്റഡ് ആയി വരും. അതായത് ഒരു 8 വയർ അതിനുള്ളിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് RJ45 കണക്ടറാണ് ഇതിലേക്ക് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റാക്കിനോട് ചേർന്ന് തന്നെയാണ് ഈ ലിഫ്റ്റ് വരുന്നത്. ഇത് ഏറ്റവും ബേസ്മെൻറ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മുടെ റാക്ക് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കേബിൾ നമ്മുടെ ഇലക്ട്രിക് ഡക്റ്റിനുള്ളിലൂടെ മുകളിലേക്ക്, അതായത് ഈ ലിഫ്റ്റിൻ്റെ റൂമിലേക്ക് ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ കേബിളിങ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് ഇന്നലെയാണ് കേബിളിങ് ചെയ്തത്. അപ്പോൾ കേബിളിങ് ചെയ്യാൻ വേണ്ടി വലിയ ഡിഫിക്കൽട്ടൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലിഫ്റ്റ് റൂം ഓപ്പൺ ചെയ്ത ശേഷം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലാറ്റ് എലിവേറ്റർ കേബിൾ കാണാം. ആ ഫ്ലാറ്റ് എലിവേറ്റർ കേബിളിൽ നമ്മൾ കേബിൾ ടൈ അടിച്ചാണ് കെട്ടി പോകേണ്ടത് ഈ കേബിൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു CCTV കേബിൾ നമുക്കിപ്പോൾ ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് RJ45 കണക്ടർ അല്ലെങ്കിൽ RJ45 ജാക്ക് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു RJ45 ജാക്ക് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കേബിൾ എന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു കേബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനകത്തൊരു ജാക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിത് ഈ ജാക്ക് ഒന്ന് കറക്റ്റായിട്ട് അടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 സൈഡിലും RJ45 ജാക്ക് അടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കേബിൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കേബിൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേബിൾ ടെസ്റ്റിങ് ഓക്കെ ആണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ POE സ്വിച്ചിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഇത് ഹിക്യൂഷൻ്റെ NVR ആണ്. ഹിക്യൂഷൻ്റെ 77 സീരീസിൽ വരുന്നൊരു NVR ആണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു NVR ആണ്. ഇതൊരു 32 ചാനലിൻ്റെ NVR ആണ്. അപ്പോൾ ഈ ഒരു NVRൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 4 ഹാർഡ് ഡിസ്ക് ഇടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള NVR ആണ്. 4 MB സപ്പോർട്ടുള്ള 4K സീരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ 4 ഹാർഡ് ഡിസ്ക് ഇടാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഭയങ്കര വലിയൊരു NVR ആണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു 6U റാക്കാണ്. ആ 6U റാക്കിൻ്റെ അടിവശത്ത് അത് ഫുള്ളായിട്ട് അതിൻ്റെ സ്പേസ് മുഴുവൻ എടുത്തിട്ടുണ്ട്. അത്രയും വലിയൊരു NVR ആണ്. അപ്പോൾ ഇതൊരു നോർമൽ NVR പോലെയല്ല. കാരണം നമ്മൾ ഇതിനകത്തോട്ട് ഡയറക്റ്റ് ഒരു 230 വോൾട്ടാണ് കണക്ട് ചെയ്യുക. SMPS NVRൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ സാധാരണ NVRനകത്ത് വെച്ചാൽ നമ്മൾ അഡാപ്റ്റർ പുറത്തുനിന്ന് കൊടുത്തിട്ട് 12 വോൾട്ട് മാത്രമേ നമ്മൾ ബോർഡിലേക്ക് കൊടുക്കുന്നുള്ളൂ. ഇവിടുത്തെ കേസിൽ SMPS തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരിക്കലും ഒരു വീട്ടിലെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമല്ല. നമുക്കൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണിത്. ഓക്കെ. അപ്പോൾ ഈ ഒരു NVR സാധാരണ ഒരു NVR പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ആകെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു സെറ്റപ്പിനകത്ത് നമുക്കറിയാം ഇതിനകത്ത് 2 ഹാർഡ്വെയർ RJ45 പോർട്ട് LAN 2 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് ആ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നെറ്റ്വർക്ക് ഓപ്ഷൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് 2 NIC അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ലിഫ്റ്റിൽ നമ്മൾ ക്യാമറ ചൂസ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും അതൊരു 2.8 mm ലെൻസ് വരുന്ന ക്യാമറ ആയിരിക്കണം. എന്നെങ്കിൽ മാത്രമേ അത്യാവശ്യം നമുക്ക് വൈഡായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലും ചെറിയ ക്യാമറകൾ നമ്മൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ഈ ഒരു ക്യാമറയുടെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ വാൻഡൽ പ്രൂഫാണ്. മാത്രമല്ല ക്യാമറയ്ക്കുള്ളിൽ ആർക്കും കൈ പിടിച്ചിട്ട് ക്യാമറയുടെ ഡയറക്ഷൻ തിരിച്ച് കളയാൻ പറ്റില്ല. ഇതിനകത്ത് അലൈൻ കീ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അലൈൻ കീ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്യാമറയുടെ ഗ്ലാസ് കവറിങ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്യാമറ ലിഫ്റ്റിന് ഭയങ്കര സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒന്നാമതായിട്ട് 2.8 mm ലെൻസാണ്. പിന്നെ 4 മെഗാ റെസൊല്യൂഷൻ വരുന്ന ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഫ്ലാറ്റിലേക്കാണ് ആൾ ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ ഏത് നിലയിലേക്കാണ് ആൾ പോയതെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ അറിയാൻ പറ്റും. കാരണം ആ ഒരു ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സൂം ചെയ്ത് നോക്കാവുന്ന അത്രയും നല്ല റെസൊല്യൂഷൻ അതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ക്യാമറ POEയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാമറ എന്നുള്ള ഓപ്ഷനിൽ NVRൽ ചെല്ലുക. അപ്പോൾ നമ്മുടെ ആ ഒരു ക്യാമറ ഏറ്റവും താഴത്തേക്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവണം.
ഞാൻ ഈ ക്യാമറ ഓൾറെഡി SIDP ടൂൾ ഉപയോഗിച്ച് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്യാമറയുടെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ NVRന് മാച്ചാണ്. അതുകൊണ്ട് ഇവിടെ താഴെ അത് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലസ് സൈൻ വന്നിട്ടുണ്ട് കണ്ടോ. ആ പ്ലസ് സൈനിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാമറ ഇപ്പോൾ NVRലേക്ക് ആഡ് ആവും. ഇൻ കേസ് ഇനിയിപ്പോൾ ആഡ് ആകാൻ വേണ്ടി എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. താഴെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇത് ആ ലിഫ്റ്റ് നമുക്കിതിനകത്ത് ഇപ്പോൾ കാണാം കണ്ടോ. ഇൻ കേസ് ഇനിയിപ്പോൾ അത് ആഡ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ ഒരു എഡിറ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ഈ ഒരു എഡിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയുടെ സെറ്റിങ്സ് ഓപ്പൺ ആവും. അപ്പോൾ ആ സെറ്റിങ്സിൽ നമ്മൾ എല്ലാ ഓപ്ഷൻസും ക്യാമറയുടെ IP എല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ താഴെയായിട്ട് ആ പാസ്വേഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ആയിരിക്കും മിക്കവാറും എറർ വരിക. അപ്പോൾ പാസ്വേഡ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഓക്കെ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ആ ക്യാമറ ഓട്ടോമാറ്റിക് ഇതിലേക്ക് ആഡ് ആവും. വലിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമല്ല. ക്യാമറയുടെ വയർ ഇനി മുകളിലോട്ടൊന്ന് എടുത്ത് വെക്കണം. കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും വയർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും പുറകോട്ടൊന്ന് തള്ളിക്കയറ്റി വയ്ക്കുക. ഈ ക്യാമറ നമ്മൾ ഈ ലിഫ്റ്റിലേക്ക് സെൽഫ് സ്ക്രൂ അടിച്ചിട്ട് ഡ്രിൽ ചെയ്താണ് സെറ്റ് ചെയ്തേക്കണത്. ഒട്ടിച്ച് വെച്ചിരിക്കുകയല്ല. ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ പെട്ടെന്ന് താഴെ ചാടി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഈ ക്യാമറയ്ക്ക് അത്യാവശ്യം നല്ല ഭാരമുള്ളൊരു ക്യാമറയാണ്. അപ്പോൾ ഇനി അതിൻ്റെ വ്യൂ ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആ കയറിപ്പോയ വ്യൂ നമുക്കിവിടെ എന്താണെങ്കിലും ക്യാമറ റെക്കോർഡായിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ. ഓക്കെ, ഇതുപോലെ നമുക്ക് ആ ക്യാമറ ലൈവായിട്ടും പ്ലേ ബാക്കും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ആദ്യം കയറിപ്പോയതിൻ്റെ വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സൂം ചെയ്തൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിരിക്കും. ഏത് നിലയിലേക്കാണ് ഇപ്പോൾ ആൾ ഇറങ്ങിപ്പോയതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു IP ക്യാമറയാണ്, 4MB ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഹയർ റെസൊല്യൂഷൻ വീഡിയോ ആണ് ഇതിൽ സേവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് സൂം ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ 5MB HD ക്യാമറ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2.8mm ഇത്രയും ഒരു റെസൊല്യൂഷനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ HD ക്യാമറകളൊക്കെ അപേക്ഷിച്ച് എപ്പോഴും IP ക്യാമറകളിൽ ഒരു ലിറ്റിൽ ബിറ്റ് ക്വാളിറ്റി കൂടുതലായിരിക്കും.